നമസ്കാരം. താലിബാന്റെ ചാവേറുകൾ പാകിസ്ഥാനെതിരെ സജ്ജമാക്കി കഴിഞ്ഞു. ഇനി പാകിസ്ഥാനെ നിലം പരിശാക്കാൻ അഫ്ഗാനിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഈ ചാവേറുകളെയാണ്. പാകിസ്ഥാന് ഈ ചാവേറുകളെ നേരിടാൻ വലിയ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം അത്രയേറെ ട്രെയിൻഡാണ് അഫ്ഗാനിസ്ഥാനിലെ ഈ താലിബാനി ചാവേറുകൾ. വ്യാഴാഴ്ച രാത്രി പാകിസ്ഥാൻ നടത്തിയ ഒരു ആക്രമണത്തിൽ താലിബാന്റെ സ്ഥാപകൻ മുല്ല മുഹമ്മദ് ഉമറിൻ്റെ വീട് തകർത്തു എന്ന അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. പതിറ്റാണ്ടുകളായി താലിബാനിലെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഈ മുല്ല മുഹമ്മദ് ഉമർ. ഇദ്ദേഹത്തിൻ്റെ പഴയ വീട് താലിബാൻ്റെ ചാവേർ യൂണിറ്റിൻ്റെ താവളമാണ്. പാകിസ്ഥാൻ സേന ഈ താവളം ലക്ഷ്യമിട്ടിരുന്നു. പാകിസ്ഥാൻ്റെ വ്യോമസേന ബോംബിട്ട പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ കെട്ടിടം. ആക്രമണം നടക്കുമ്പോൾ സ്ഥലത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നത് വ്യക്തമല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതേസമയം മുല്ല മുഹമ്മദ് ഉമറിൻ്റെ ഖണ്ഡഹാറിലെ വീട് പാകിസ്ഥാൻ തകർത്തതായി സൈനിക വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി MUTV റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിലെ ഉന്നത താലിബാൻ നേതാവായ ഹിബത്തുള്ള അഖുൻസാദയുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലം. ഇത് സൂചിപ്പിക്കുന്നത് ഉന്നത താലിബാൻ വ്യക്തിത്വങ്ങളെ പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യമിടുന്നു എന്നാണ്. പാകിസ്ഥാനെ തിരിച്ച് 15ഓളം സൈനിക ചെക്ക് പോസ്റ്റുകൾ താലിബാൻ സേന തകർത്തു. നിരവധിയായിട്ടുള്ള സൈനികരെ വധിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വ്യാഴാഴ്ച രാത്രി അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളെ തുടർന്ന് പാകിസ്ഥാനിലെ നിരവധിയായിട്ടുള്ള നഗരങ്ങളിലേക്ക്, പ്രധാനമായിട്ടും നങ്കർ കുനാർ മേഖലയിൽ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ നേരിട്ടത്. 55ഓളം പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ട. 23 പാകിസ്ഥാൻ സൈനികർ ഇപ്പോഴും താലിബാൻ്റെ കസ്റ്റഡിയിലാണ് എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം താലിബാനിൽ നിന്നുള്ള ഈ ആക്രമണം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. കാരണം അത്രയേറെ ദുർബലമായ ഒരു സൈന്യമാണ് താലിബാനുള്ളത്. പാകിസ്ഥാൻ ഏറെക്കുറെ വലിയ ശക്തമായ സൈന്യമായിരുന്നു കഴിഞ്ഞ കുറച്ചധികം നാൾ മുന്നേ വരെ. അങ്ങനൊരു സൈന്യത്തിനാണ് ഈ രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിടുന്നത്. പാകിസ്ഥാൻ സൈനികമായി മാത്രമല്ല സാമ്പത്തികമായി ഏറെ വലിയ വെല്ലുവിളി നേരിടുന്ന, അതായത് കടക്കെണിയിലാണ്. ഇപ്പോൾ IMFൽ നിന്ന് സഹായം ചോദിച്ചിട്ടുണ്ട്, സൗദിയിൽ നിന്ന് സഹായം ചോദിക്കുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ ഇരക്കുന്നു എന്ന് പറയാം. ആ രീതിയിൽ കടങ്ങൾ ചോദിക്കുകയാണ് പാകിസ്ഥാൻ. ആരും പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ, ഏറെക്കുറെ ബാങ്ക്രപ്റ്റൻസിയോട് അടുത്തു വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. കടം തീർക്കാൻ വേണ്ടി സൗദിക്ക് സ്വന്തം വിമാനം നൽകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. UAE ഈ അടുത്ത സമയത്താണ് പാകിസ്ഥാന് വിസ നിഷേധിച്ചത്. അങ്ങനെ പാകിസ്ഥാൻ എല്ലാ രീതിയിലും തകർക്കപ്പെട്ട് കഴിഞ്ഞു. അമേരിക്ക ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെയാണ് പാകിസ്ഥാനെ വലിച്ചെറിഞ്ഞത് എന്ന് അവരുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ ഈ അടുത്ത കാലത്തായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലൊക്കെ തകർക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഒരു ആക്രമണം തെഹ്രീക്ക് താലിബാനിൻ്റെ നേരെ നടത്തുന്നു എന്ന രീതിയിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തിയത്. ഇന്ത്യ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിൻ്റെ മാതൃകയിലാണ് നടത്തിയതെങ്കിലും പാകിസ്ഥാൻ്റെ ഈ ആക്രമണം ചെന്ന് പതിച്ചതൊക്കെ അവിടുത്തെ സാധാരണക്കാരുടെ മുകളിലായിരുന്നു. അവർ ക്ഷമിക്കാൻ തയ്യാറായില്ല. ഈ റമദാൻ മാസത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്നുകൂടി ഓർക്കണം. അവർ സ്വാഭാവികമായി തിരിച്ചടിച്ചു. ആ തിരിച്ചടിയിൽ പാകിസ്ഥാന് വളരെയധികം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. പാകിസ്ഥാനിന് എത്ര തന്നെ തിരിച്ചടി താലിബാന് കൊടുത്താലും ഈ ഒരു രീതിയിൽ പാകിസ്ഥാൻ്റെ താലിബാൻ നടത്തിയ ഒരു ആക്രമണത്തിന് പകരമാകുകയില്ല. എന്തായാലും വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ നേരിടുന്നത്. പാകിസ്ഥാൻ ഏറെക്കുറെ തകർക്കപ്പെട്ട് കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.